നമസ്കാരം. സ്വദേശാഭിമാനി പി രാമകൃഷ്ണപിള്ളയുടെ തൂലികയിൽ കരുത്തുറ്റ മലയാള വാർത്താ മാധ്യമ രംഗത്ത് കേവലം 6 മൊബൈൽ ക്യാമറകളാൽ പെറ്റുപെരുകിയ ന്യൂജൻ മീഡിയാസ് ഇതാ ഇന്ന് വാഴത്ത വെളിച്ചപ്പാടുകളെ പോലെ കരുതുള്ളിയാടുന്ന മാധ്യമ സംസ്കാരത്തിന് ഒരു പുത്തൻ സമവാക്യം. പൗരധർമ്മം, പത്രധർമ്മം പ്ലസ് മനോധർമ്മം ഈസിക്കൽ ടു മാധ്യമധർമ്മം. നമസ്കാരം, ന്യൂസ് അവറിലേക്ക് സ്വാഗതം. പത്തനംതിട്ടയിൽ ഇട്ടാവട്ടത്ത് തട്ടിയും മുട്ടിയും രാഷ്ട്രീയം കളിക്കുന്നവരുടെ കൂട്ടത്തിലൊരുവൻ കെട്ടും പൊട്ടും തിരിയാത്ത കുട്ടികളെ പാട്ടിലാക്കി പീഡിപ്പിക്കുന്ന ഉമ്മാക്കി കാണിച്ച് പേടിപ്പിക്കുന്ന രാഷ്ട്രീയക്കാരെ നിങ്ങളുടെ സ്വപ്നങ്ങൾക്ക് കട്ടം പുകയാകുമ്പോൾ ആരംഭിക്കാം. എന്താണ് ഉണ്ണി ഒന്നും തിരിയില്ലത്? പറയൂ പറയൂ പറളി തങ്കമ്മ, എന്താണ് അവിടെ യഥാർത്ഥത്തിൽ സംഭവിച്ചത്? ഉസ്മാനെ, പ്രതി പത്തനംതിട്ട പാലക്കാട്ടിൽ വോട്ട് ചെയ്യാൻ വേണ്ടി പെരച്ചക്ക് 3 മണിക്കുള്ള കള്ളവണ്ടി ശബരി എക്സ്പ്രസ് കേറിയാണ് നമുക്ക് അറിയാൻ പറ്റിയത്. അതെന്തെങ്കിലും പറഞ്ഞേ, ആരാണ് അതിജീവിത? ഉസ്മാനെ, തൊട്ടാ പൊട്ടാത്ത ഇംഗ്ലീഷ് പൊട്ടാത്ത സിനിമയിൽ അഭിനയത്തിന് ഓസ്കാർ അവാർഡ് കരസ്ഥമാക്കിയ പേര് വെളിപ്പെടുത്താൻ ആഗ്രഹിക്കാത്ത അണ്ടിപ്പുള്ളിക്കാവ് ശാന്തയ്ക്കാണ് ഈ ദുരനുഭവം ഉണ്ടായിരുന്നത്. കഷ്ടം കഷ്ടം കഷ്ടം. കേവലം 35 വയസ്സ് മാത്രം പ്രായമുള്ള ഒരു പ്രവാസി വനിതയെ വിവാഹ വാഗ്ദാനം നൽകി ഗർഭിണിയാക്കിയതും 18 മാസങ്ങൾക്ക് ശേഷം ഗർഭം അനുസരിപ്പിക്കാൻ നിർബന്ധിതയാക്കിയതും അല്ലേ പ്രതിക്കെതിരെയുള്ള പരാതി? തന്നെ. അത് കൂടാതെ ഒരു ഫ്ലാറ്റും 10 ഇവിടെ ചെരുപ്പം ചോദിച്ചതിന് മുമ്പ് ഈ കാട്ടിക്കൂട്ടിലൊക്കെ കൂടെ കണ്ടപ്പോഴാണ് ഇതൊരു പീഡനമായിട്ടൊന്നും അവർക്ക് മനസ്സിലാവുന്നത്. നമുക്ക് ഇപ്പോൾ കിട്ടിയ വാർത്ത, പാലക്കാട്ടെ ഹോട്ടലിൽ ഒളിവിൽ താമസിക്കുന്ന പ്രതി അവിടുത്തെ കക്കൂസിൽ നിന്ന് ഇറങ്ങി വരുന്ന ദൃശ്യങ്ങളാണ് നമ്മൾ ഇപ്പോൾ തത്സമയം കണ്ടുകൊണ്ടിരിക്കുന്നത്. നീലപ്പാണ്ടും മഞ്ഞ ഷർട്ടും അണിഞ്ഞ പ്രതി അടിവസ്ത്രം മാറ്റിയിട്ടില്ല എന്നാണ് നമുക്ക് മനസ്സിലാക്കുന്നത്. ഇത് ആദ്യമായി കണ്ടത് നമ്മുടെ ക്യാമറമാനാണെന്ന്. പീഡനം നടന്ന ഹോട്ടൽ മുറിയിൽ നിന്ന് ക്യാമറമാൻ കൊണ്ടോട്ട് സുബ്രയോടൊപ്പം കളിക്കാച്ച് കാട്ടുമ്പ പത്തനംതിട്ട. നമുക്ക് എന്താണ് സ്ഥലം, എംപിക്കിനെ കുറിച്ച് എന്താണ് പറയാനുള്ളത് നോക്കാം. ആരാ നിങ്ങളൊക്കെ? ചോദ്യം ഇഷ്ടമായിരുന്നെങ്കിൽ ഇദ്ദേഹത്തിനും പറയാമായിരുന്നില്ലേ? അതുമല്ലെങ്കിൽ ഒരു പ്രത്യേക തരം ആക്ഷൻ കാണിക്കാമായിരുന്നില്ലേ? സൗകര്യമില്ല. അത് ചിലപ്പോ തൃശ്ശൂരിലെ പുണ്യാളി കിരീടം വെച്ച പോലെ ആകും. ശക്തിയാണ്, പൗരസ്വാതന്ത്ര്യമാണ്, സത്യത്തിന് വേണ്ടിയുള്ള പടവാളാണ്. ഈ തൂലിക എനിക്ക് വേണ്ട. അനേകം ധീരദേശാഭിമാനികളെ എന്തിയ തൂലികയാണിത്. ഇത് ഈ സാംസ്കാരിക നഗരിയിൽ ഒരു സ്മാരകമായി സൂക്ഷിക്കാനെങ്കിലും ഞങ്ങൾക്ക് വേണം. എന്റെ മനസ്സാനെ, നിങ്ങൾ ആ ടി വി ഒന്ന് ഓഫ് ചെയ്യും. കൊച്ചു കുട്ടികളുള്ള വീട. അതെന്താ ആർക്ക് കേൾക്കാനാ? മന്ത്രിയുടെയും തന്ത്രിയുടെയും സ്വർണ്ണ കഥ കണ്ണുള്ളവർക്കാണല്ലേ, അതുള്ളവർ കേൾക്കട്ടെ. ഇത് രണ്ടിനും കഴിയാത്ത അന്തിത്തർക്കങ്ങളിൽ പരസ്പരം തന്തയ്ക്ക് വിളിക്കട്ടെ. എന്തായാലും അവർക്ക് റേറ്റിംഗ് കൂടെ പഠിച്ചാലേ. റേറ്റിംഗിന് വേണ്ടി പാവപ്പെട്ടവന്റെ പച്ചമാംസം ഇറച്ചിക്കടയിലെ എച്ചിൽ പട്ടികളെ പോലെ വലിച്ചു കയറുന്ന മാധ്യമ സംസ്കാരം. പണ്ട് കവലകളിലെ ചായക്കടകളിൽ ഒരു കൈയിൽ ചുടുചായയും മറു കൈയിൽ പത്രവും വേണ്ടി ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധം വരെ ഞങ്ങൾ ചർച്ച ചെയ്യുമായിരുന്നു. അതിന്ന് ഈ TV ചാനലുകളിലെ AC മുറികളിലിരുന്ന് പരസ്പരം തന്തയ്ക്ക് വിളിക്കുന്നത് കാണുമ്പോ ഞങ്ങൾക്ക് അറപ്പാ. അതിനെ പട്ടിയാക്കി ആ പട്ടിയെ പേപ്പട്ടിയാക്കി തല്ലിക്കൊല്ലുന്ന നവമാധ്യമ സംസ്കാരം കൈകളി ജനം മനോരമ ഏഷ്യാനെറ്റ് മണ്ണാൻ കണ്ട